നിങ്ങൾ ചെറുതിലെ മുതൽ ഫ്രണ്ട്സ് ആയിരുന്നു. ഒന്നിച്ചാണ് പ്രാക്ടീസിനൊക്കെ പൊക്കോണ്ടിരുന്നത്. ആക്സിഡന്റിന്റെ സമയത്ത് ആ കുട്ടി കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് പുറത്ത് പഠിക്കാൻ പോയി. പിന്നീട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നാണ് ഹാദിന്റെ അടുത്ത് പറയുന്നത്. അത്രയും അടുപ്പമുള്ള ഫ്രണ്ടായിട്ട് പോലും എനിക്ക് എന്താണ് ആ കുട്ടിയെ ഓർക്കാനായിട്ട് പറ്റാത്തത്, എനിക്ക് മുഖം പോലും ഓർമ്മയില്ലല്ലോ എന്ന് ഇവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കുറെ കാലം ആയില്ലേ പുറത്ത് പോയതിനു ശേഷം, നമ്മുടെ ഒരു കോണ്ടാക്റ്റും വെക്കാത്ത ഒരാളല്ലേ, പിന്നെ എന്തിനാണ് അതിനെപ്പറ്റി ആലോചിക്കുന്നതെന്ന് ഹാക്കിം ചോദിക്കും. ഹാക്കിങ്ങിന് ആകെ വെപ്രാളവും. അവൾ അന്നേരം തന്നെ വന്നിട്ട് ടേയൂണിനെ വിളിക്കും. നിന്നോട് ഞാനൊരു കാര്യം മാത്രം പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ടാണ് അന്ന് ഹാജിൻ അങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചത്, എന്ത് കാരണം കൊണ്ടാണ് അവൾ അത്രയും ടോർമെന്റഡ് ആയതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സെയ്യൂണിന്റെ മരണത്തിന് കാരണം ഹാജിനാണെന്നാണ് അവൾ വിശ്വസിച്ചിരുന്നത്. കാരണം അവരുടെ സ്റ്റുഡിയോയിലേക്കുള്ള പാസ്കോഡ് ആ ആൾക്ക് ഹാജിനാണ് പറഞ്ഞു കൊടുത്തത്. അയാള് സെയ്യൂണിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ഹാജിൻ തെറ്റിദ്ധരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കത്തില്ലായിരുന്നു. ഞാൻ ആ ആൾക്ക് പാസ്പോർട്ട് പറഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് സെയ്യൂൺ മരിച്ചത്. ഞാൻ കാരണമാണ് അവൾ മരിച്ചതെന്നൊക്കെയാണ് അന്ന് ഹാജിൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് അവൻ ജംഹൂണിന്റെ അടുത്ത് പറയും. ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് ടേയൂണിന് ഹാക്കിങ്ങിന്റെ കോള് വരുന്നത്. എനിക്കത് കാണണം, അത്യാവശ്യമാണ്, എവിടെയാണുള്ളത്, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കാണണം, ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ രാവിലെ കാണണം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ തന്നെ മീറ്റ് ചെയ്യാമെന്ന് ടേയൂൺ സമ്മതിക്കും. ജംഹൂൺ അവിടുന്ന് വരുന്നത് ഹാജിന്റെ വീടിന്റെ ഫ്രണ്ടിലേക്കാണ്. പക്ഷെ അവിടെ ഉണ്ടെന്ന് അവളോട് പറയത്തില്ല. അവളെ വിളിച്ചു നോക്കും, എന്ത് ചെയ്യുകയാണെന്നൊക്കെ ചോദിക്കും. അവൾ ആകെ വിഷമത്തിലാണ്. അവൻ വീണ്ടും ഡേറ്റിന് പോയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യും. നമ്മൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷവും എനിക്ക് വിലപ്പെട്ടതാണ്. ഒരിക്കലും എന്ത് സംഭവിച്ചാലും നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആവാനായിട്ട് എന്നോട് പറയരുതെന്ന് ജംഹൂൺ പറയും. അപ്പൊ അവള് സമ്മതിക്കും. എനിക്ക് പഴയ ഒരു ഫ്രണ്ടിനെ ഓർമ്മ വന്നു, പേര് മാത്രമേ ഓർമ്മയുള്ളൂ. എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നോ എത്രയും അടുപ്പം ഉണ്ടായിരുന്നോന്നോ ഒന്നും എനിക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല. ആ കുട്ടിയുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. അതെന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഹാക്കിങ്ങിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് ആക്സിഡന്റ് പറ്റി കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി പുറത്ത് പഠിക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. അതിനുശേഷം കോണ്ടാക്ട് ഇല്ലായിരുന്നു എന്നും പറഞ്ഞു. എത്ര ആലോചിച്ചിട്ടും എനിക്ക് ആ കുട്ടിയെ പറ്റി ഒന്നും ഓർമ്മ വരുന്നില്ല എന്നൊക്കെ ഇവളിങ്ങനെ സങ്കടപ്പെട്ട് പറയുമ്പോഴത്തേക്കിനും ജംഹൂൺ പറയുന്നത്, കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു പോയതാണ്. കഴിഞ്ഞു പോയ കാലത്തെപ്പറ്റി നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഒന്നും ചെയ്യാനില്ല. അത് നമുക്ക് തിരുത്താനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കണം, ഭാവിയെപ്പറ്റി ആലോചിച്ച് ജീവിക്കണം. പഴയതൊക്കെ മറന്നിട്ട് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ടാണ് പറയുന്നത്. ഹാക്കിംഗ് നടന്ന കാര്യങ്ങളൊക്കെ ഡോക്ടർ യുവിൻ്റെ അടുത്ത് പറയും. ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, മിക്കവാറും ഹാദിൻ ഡോക്ടറിനെ കാണാനായിട്ട് വരും. അപ്പൊ നമ്മൾ രണ്ടുപേരും പറയുന്നത് ഒരുപോലെ ആയിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യപ്പെട്ട് കാണാനായിട്ട് വന്നത് എന്ന് പറയുമ്പോഴത്തേക്കിനും പറഞ്ഞതൊക്കെ ഹാദിൻ വിശ്വസിച്ചോ എന്നാണ് അവൻ ചോദിക്കുന്നത്. തൽക്കാലത്തേക്ക് വിശ്വസിച്ചിട്ടുണ്ടെന്ന് ഹാക്കിം പറയും. ജംഹൂൺ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ് ഹാദിൻ. അവൾ എന്നിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് ജംഹൂൺ അയച്ചു കൊടുക്കും, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ഓഫീസിൽ ചെല്ലുമ്പോൾ ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ ഫൈനൽ റിസൾട്ട് വരും. മിസ് ചോയ്ക്ക് താൽക്കാലികമായിട്ട് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പിൻവലിച്ചിട്ടുണ്ട്, തിരിച്ച് ജോലിയിൽ കയറാം. പക്ഷേ മിസ്റ്റർ കിമ്മിന്റെയും ആങ്കർ ലീയുടെയും 3 മാസത്തെ സാലറി കട്ട് ചെയ്തിട്ടുണ്ട്. അയാളെ വൈഫിന്റെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കും. നിനക്കത് നേരത്തെ അറിയായിരുന്നു, അതുകൊണ്ടാണ് റിയാലിറ്റി ഷോ ഒക്കെ കണ്ട് ചിരിച്ചോണ്ടിരുന്നത്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് അറിയാത്തത്. 3 മാസത്തെ സാലറി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്റെ EMI ഒക്കെ ഞാൻ എങ്ങനെ അടയ്ക്കും? എനിക്ക് നീ അലവൻസ് തരുമോ? നിനക്ക് ഞാൻ കഴിഞ്ഞിടയ്ക്കല്ലേ നെക്ലസ് വാങ്ങിച്ചു തന്നത്, അല്ലെങ്കിൽ ആ നെക്ലസ് എങ്കിലും തിരിച്ചു താ, ഞാൻ അത് കൊണ്ടുപോയി റീഫണ്ട് വാങ്ങിച്ചോളാം എന്നൊക്കെ പറയും. ഞാനത് തിരിച്ചു തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇതിന്റെ റിസൾട്ട് എനിക്ക് അറിയത്തില്ല, ഞാൻ ഇന്ന് രാവിലെ കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അലവൻസും ഞാൻ തരത്തില്ല, ചെലവ് അതുപോലെ അതിനനുസരിച്ച് ചുരുക്കി ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇവരവിടുന്ന് പോകുന്നത്. മിസ്റ്റർ കിമ്മിന് ആകെ ദേഷ്യവും. ജംഹൂൺ കാണാൻ ചെല്ലുമ്പം ഇനി ഇതുപോലെയുള്ള മിസ്റ്റേക്സ് ഒന്നും വരുത്താതിരിക്കാനായിട്ട് ശ്രമിച്ചാൽ മതി, എങ്കിലും ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായിരുന്നു, അതുപോലെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഇനിയും നീ അങ്ങനെ തന്നെ ചെയ്യും എന്ന് എനിക്കറിയാമെന്ന് മിസ്റ്റോയ് പറയും. അപ്പൊ അവനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. ഇന്ന് എനിക്ക് ക്ഷീണമാണ്, നമ്മളുടെ പ്രാക്ടീസ് ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ ജോ മെസ്സേജ് അയക്കും. അപ്പൊ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഹാക്കിങ് അവനെ കാണാനായിട്ട് വരും. വരുമ്പോൾ അവനൊരു പെൺകുട്ടിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അത് അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു. അപ്പം അവനെ പെസർ ചെയ്യാനായിട്ട് വന്നതാണ്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, നമുക്ക് പഴയതുപോലെ ആകാം എന്നൊക്കെ പറയുന്നത് ഇവൾ ഒളിഞ്ഞു നിന്ന് കേൾക്കും. ഇവളെ ഒളിഞ്ഞു നിൽക്കുമ്പോഴത്തേക്കിനും അവിടുത്തെ അപ്പാർട്ട്മെന്റിലെ ഒരാൾ അങ്ങോട്ടേക്ക് വന്ന് ആരാണെന്ന് ചോദിക്കും. ഞാൻ ഇവിടെ താമസിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് നമ്പർ ചോദിക്കും. അവിടെ നിന്ന് സംസാരം കേൾക്കുന്നുണ്ടെ റിപ്പോർട്ടർ ജോ നോക്കുമ്പോൾ ഹാക്കിങ്ങിനെ കാണും. അപ്പൊ എന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ആളെ പറഞ്ഞു വിടും. ഉടനെ ഈ പെൺകുട്ടിക്ക് ഇത് ആരാണെന്ന് അറിയണം. ഞങ്ങള് ജോലി സംബന്ധമായിട്ട് പരിചയപ്പെട്ടതാണ്, എന്റെ ഫ്രണ്ട് ആണെന്ന് ഹാക്കിങ് പറയും. നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു, ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ അവൾ പോകാനായിട്ട് തുടങ്ങുമ്പോൾ റിപ്പോർട്ടർ ജോ അവളെ പിടിച്ചു നിർത്തും. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്, അതുകൊണ്ട് ഇയാൾ ഇനി ഇവിടെ നിൽക്കണ്ട. പിന്നെ ഇയാൾ വിചാരിക്കുന്ന കൂട്ടൊന്നും കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്നില്ല.
നമ്മൾ ഇനി ഒരിക്കലും പഴയതുപോലെ ആകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പെൺകുട്ടിയെ പറഞ്ഞു വിടുന്നത്. എനിക്കൊരു പെൺകുട്ടിയുടെ അടുത്ത് ഇഷ്ടമുണ്ടോന്നും ഇവൻ പറയും. ഇത് കേൾക്കുന്നുണ്ട് ഇവള് ചോദിക്കും അത് ആരാണെന്ന്. അപ്പൊ ഇവൻ പറയുന്നത് എന്നെ മാർഷൽ ആർട്സ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയാണെന്ന് പറയുമ്പോൾ ഇവക്ക് കത്തത്തില്ല. ഇവള് ചോദിക്കുന്നത് അപ്പൊ എന്റെ അടുത്ത് നിന്നല്ലാതെ വേറെയും പഠിക്കുന്നുണ്ടോ, എന്താണ് പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പൊ എത്ര പറഞ്ഞാലും ഇയാൾക്ക് മനസ്സിലാവത്തില്ലേ. എങ്കിൽ ഞാൻ മനസ്സിലാകുന്ന മാർഗത്തിൽ പറയാന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ ജോ ഹാക്കിങ്ങിനെ കിസ് ചെയ്യും. അന്നേരമാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവളെയാണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പൊ ആ വെപ്രാളത്തിന് അവള് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇവന്റെ കയ്യിൽ കൊടുത്തിട്ട് പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത് റിജക്ഷൻ ആണോ എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കിനുമാണ് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് ഹാക്കിങ്ങിന് മനസ്സിലാവുന്നത്. അവൾ ഓടി വന്ന് തിരിച്ചു വന്നിട്ട് അവനെ ഹഗ് ചെയ്തിട്ട് അവിടുന്ന് ഓടിപ്പോകും. ഒരു ട്രാൻസ് അവസ്ഥയിലാണ് ഹാക്കിങ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. എവിടെ പോയേക്കുമായിരുന്നെന്ന് ഹാജിൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അതിന് മറുപടി പറയാതെ അകത്ത് ചെല്ലുമ്പോഴത്തേക്കിനും റിപ്പോർട്ടർ ജോയുടെ മെസ്സേജ് വരും, നമ്മൾ ഇന്ന് മുതൽ ഒഫീഷ്യലായിട്ട് ഡേറ്റ് ചെയ്യാൻ തുടങ്ങുവാണെന്ന് പറഞ്ഞിട്ട്. ജംഹൂണിന് ഒരു കോൾ വരും, അച്ഛൻ ഒരുപാട് കുടിച്ചിട്ടുണ്ട്, ബോധമില്ല, വന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്. അവൻ വന്ന് അച്ഛനെ വീട്ടിൽ കൊണ്ടുവരും. ബ്ലാങ്കറ്റ് എടുക്കാനായിട്ട് അലമാര തുറക്കുമ്പോൾ അവന് വീണ്ടും ചെറുതിലെ അവൻ അതിനകത്തിരുന്ന് കരഞ്ഞതൊക്കെ ഓർമ്മ വരും. സെയൂണിനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചിട്ടാണ് ഹാജിന് ആക്സിഡന്റ് പറ്റുന്നത്. ആ മോട്ടോർ സൈക്കിൾ ഇടിച്ചാണ് അവൾക്ക് കാലിന് ഫ്രാക്ചർ വന്നിട്ട് അങ്ങനെ ബാലെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നിർത്തേണ്ടി വരുന്നത്. ഒരു ബാലറീന ആവുക എന്നുള്ളതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതൊക്കെ സംഭവിച്ചു കഴിയുന്നുണ്ടേ ഞാൻ കാരണമാണ് ഹനയ്ക്ക് എങ്ങനെ സംഭവിച്ചത്, ഞാൻ കാരണം അവളുടെ സന്തോഷം ഇല്ലാതായി, അന്ന് എനിക്ക് പരിക്ക് പറ്റിയാൽ മതിയായിരുന്നു, ഞാൻ കാരണം ഹനയുടെ സന്തോഷം ഇല്ലാതായല്ലോ, എല്ലാത്തിനും കാരണം ഞാനാണെന്നൊക്കെ സെയൂൺ വന്നിട്ട് ജംഗൂണിന്റെ അടുത്ത് പറയുന്നുണ്ട്. അവനെന്ന് ആശ്വസിപ്പിക്കുന്നത് അതൊരു ആക്സിഡന്റ് ആയിരുന്നു, അത് നിന്റെ കുറ്റമല്ല, അതങ്ങനെ സംഭവിച്ചു പോയി, അതിനെ സ്വയം ബ്ലെയിം ചെയ്യരുതെന്നാണ്. ഇതൊക്കെ ആലോചിച്ചിട്ട് വീണ്ടും അതേ സ്ഥലത്ത് വന്നിരുന്നിട്ട് അവൻ മനസ്സിൽ വിചാരിക്കുന്നത് സെയൂൺ, നിന്നോട് ഞാൻ അന്ന് പറഞ്ഞത് തന്നെ ഇപ്പോൾ ഹാജിന്റെ അടുത്തും പറയാനായിട്ട് പോവുകയാണ്. നിനക്ക് സംഭവിച്ചത് ഹാജിന്റെ തെറ്റുകൊണ്ടല്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു, അവള് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ഞാൻ പറയാൻ പോവുകയാണെന്ന് അവനിങ്ങനെ തന്നെ ഇരുന്ന് വിചാരിക്കും. ഹാജിന്റെ പുതിയ ഡ്രാമയുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻ ആണ്. അത് തുടങ്ങുന്നതിന് മുമ്പ് ജംഗൂൺ അവൾക്ക് മെസ്സേജ് അയക്കും. ടെൻഷൻ വരുമ്പോഴത്തേക്കിനും സൗണ്ട് ഹൈ പിച്ചിലേക്ക് പോകാറുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അയക്കുമ്പോഴത്തേക്കിനും ഇതെന്റെ മെൻറ്റർ എനിക്ക് അയച്ച മെസ്സേജ് ആണ്, എൻ്റെ ബോയ് ഫ്രണ്ട് അയക്കുന്ന മെസ്സേജ് എവിടെയും ചോദിക്കും. ഇയാൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും, നന്നായിട്ട് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് അവനുടനെ തിരിച്ച് മെസ്സേജ് അയക്കും. അതൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കിനും അവൾക്ക് സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി മീറ്റ് ചെയ്യും. അവളെ കണ്ട് ആങ്കർലി ഒരു സ്ഥലത്തേക്ക് വരും. നമ്മൾ രണ്ടുപേരും കൂടി ഇവിടെ വരണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്ക് സന്തോഷമാവും. ഞാൻ ഇത്രയും സന്തോഷിക്കാനായിട്ട് ഡിസേർവിംഗ് ആണോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ആലോചിക്കാറുണ്ടെന്ന് പറയുന്നുണ്ടെന്നെ. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാനായിട്ട് പാടില്ല, ഇയാൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ടിരിക്കേണ്ട സമയങ്ങളിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ആ ഹാപ്പിനെസ് ഇല്ലാതാക്കരുതെന്ന് ജംഗൂൺ അവളുടെ അടുത്ത് പറയും. അവളെ സമ്മതിച്ചിട്ട് തിരിച്ചു ചോദിക്കുന്നത് ഇപ്പോൾ ജംഗൂൺ എന്താണ് ഫീൽ ചെയ്യുന്നത് അവളുടെ കൂടെ നിൽക്കുമ്പോഴെന്നാണ്. അപ്പൊ അവൻ പറയും, ഞാനും കുറെ ദിവസം കൊണ്ട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു, പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു അത് പറഞ്ഞാൽ എങ്ങനെയാകുമെന്ന്, അതുകൊണ്ട് ഞാൻ പറയാതെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പം ഇവൻ പറഞ്ഞത് തന്നെ അവള് തിരിച്ച് അങ്ങോട്ടേക്ക് പറയും, ഈ മൊമെന്റിൽ ജീവിക്കണം, പേടിക്കാതെ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയണമെന്ന്. അവളെ ഇഷ്ടമാണെന്നാണ് അന്നേരം ജംഗൂൺ പറയുന്നത്. അതിനത് കേൾക്കുന്നത് തന്നെ സന്തോഷമാണ്. അവളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് തിരിച്ചു പറയും.